MA പാസ്സായത്. MA പാസ്സായി. ഹേ ഗൈസ്, അപ്പോൾ ചെന്നൈ പോയതിൻ്റെ അടുത്ത വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പോയത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു. MA കോഴ്സ് കഴിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ കോളേജിൽ പോയി ഞങ്ങൾ സർട്ടിഫിക്കറ്റ്സൊക്കെ കളക്ട് ചെയ്തു. TC, സെമിസ്റ്റർ വൈസ് കാർഡ്, പിന്നെ എന്തായിരുന്നു പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാർഡുകളൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ട് കോളേജൊക്കെ ചുറ്റി ഞാൻ കാണിച്ചു കൊടുത്തു. അവരുണ്ട് എൻ്റെ ക്ലാസ് റൂമും പിന്നെ നല്ലൊരു ബിൽഡിംഗ് ആണത്. ആക്ച്വലി കാണാനായിട്ട് കുറേ ഉണ്ട് നമ്മുടെ കോളേജിൽ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ നടന്ന് ചുറ്റി കണ്ടു. എൻ്റെ ക്ലാസ് റൂംസ് കണ്ടു. ഇൻ്റർവെൽസിനൊക്കെ ചുമ്മാ പുറത്തു പോയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ നമ്മുടെ ഒരു ചായക്കടയുണ്ട് അവിടെ. ചായക്കടയല്ല, ചുമ്മാ ഒരു ടേബിൾ മാത്രം ഇട്ടിട്ട് നമ്മുടെ ഉദയണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളി ചായ തരും. അങ്ങനെ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. ചായയല്ല, നന്നായിട്ട് സർവത്താണ് കുടിച്ചത്. നന്നായിട്ട് സർവത്ത് സൂപ്പറാണ്. ഇതാണ് എൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കേട്ടോ. പ്രാക്ടിക്കൽസ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ചായക്കട ഇതാണ്. ചായക്കടയിലെ ചായ ടേബിൾ. ഉദയണ്ണൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരാണ് കുറേ നാളായിട്ട് അവിടെ കട നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും നന്നാരി സർവത്തൊക്കെ കുടിച്ച് കുറച്ച് നേരം അവരോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് പതുക്കെ ഇറങ്ങി വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണ് അവിടെ എക്സ്പ്രസ് അവന്യൂ മോളിൽ. Tension, Shefa. Why tension? What is the time? 12:30. We have show at 12:30 and we have 2 more stairs to go up. Very good. Go. അങ്ങനെ ഓടിപ്പടഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ തിയേറ്ററിലെത്തി. എക്സ്പ്രസ് അവന്യൂവിൽ PVRലാണ് ഞങ്ങൾ പോയത് സിനിമ കാണാനായിട്ട്. കണ്ട സിനിമ അനന്തൻകാട്. അവിടെ മലയാളം സിനിമ കണ്ടു. സിനിമ കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു, ബോറടിയില്ല, നല്ല സിനിമ. അങ്ങനെ അത് മൊത്തം കണ്ടു. കുറച്ച് നേരം മോളിൽ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ സമയം വെറുതെ കളഞ്ഞു. ഒന്നും മേടിച്ചൊന്നുമില്ല. മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ മേടിച്ചില്ല. സമയം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് അന്ന് രാത്രി തന്നെ പോരും വേണം തിരിച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാഷ്റൂമിൽ പോയി. എൻ്റെ അമ്മോ, തൊട്ടൊക്കെ നോക്കുന്നവളെ ഇതെന്താ വാഷ്റൂമാണോ അതോ പാലസോ? രാജകുമാരിയുടെ കസേരയായിരിക്കും ലിറ്ററലി കക്കൂസ്. മതി. അത് വാഷ്റൂം ഏരിയ ആയിരുന്നുവെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിട്ട് അവർ എന്താ പറയുക ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേനും ഷെഫ് പോയായിരുന്നു. ഷെഫാലിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം സിനിമ തീരണേക്ക് മുന്നേ പുള്ളിക്കാരി ഇറങ്ങി. ക്ലൈമാക്സ് കാണാൻ നിന്നില്ല. അങ്ങനെ പുള്ളിക്കാരി ക്ലാസ്സിന് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രം അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. ഈവനിങ് ആയപ്പോഴത്തേനും വീട്ടിലൊക്കെ വന്ന് കുളിച്ചതിന് ശേഷം കപാലീശ്വർ ടെമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് പോയി. കാരണം ഈവനിങ് സമയത്ത് നല്ല രസമാണ് അവിടെ ലൈറ്റിങ്സും പൂജകളാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക സുഖമാണ് വൈകുന്നേരം അവിടെ ഇരിക്കാനായിട്ട്. ഭയങ്കര ബ്രൈറ്റ് അല്ല ലൈറ്റിങ്സൊക്കെ, പക്ഷെ നല്ല എന്താ പറയുക നല്ലൊരു സന്തോഷവും സമാധാനവും കിട്ടും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം അമ്പലത്തിലും പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡൊക്കെ ചെയ്ത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അമ്പലം അടയ്ക്കണ സമയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്കും പോരുകയാണ്. അപ്പം അമ്പലത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഡിന്നറൊന്നും കഴിച്ചില്ല. ഡിന്നർ ഞാൻ പാക്ക് ചെയ്തെടുത്തു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഷെഫാലിനോട് ബൈ പറഞ്ഞ് കുറച്ച് കരഞ്ഞ് മിസ് യു ഒക്കെ പറഞ്ഞ് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അവസാനം ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് പോന്നു. തിരിച്ച് ബസ്സിലായിരുന്നു, സ്ലീപ്പർ ബസ്. അങ്ങനെ ബസ്സിൽ സമയത്തിന് അത് വേറെ ടെൻഷനായിരുന്നു കേട്ടോ. എപ്പോഴും അത് ഞാൻ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പോണ സമയമുണ്ടല്ലോ, അത് ഞാൻ സമയം കയ്യിൽ പിടിച്ചിറങ്ങുള്ളൂ. ടെൻഷനായിരിക്കും ബസ് പോകും ട്രെയിൻ പോകുന്നു. അത് തന്നെ ഇന്നും സംഭവിച്ചു. അമ്മീ ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1 മണിക്കൂർ മുന്നേ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന്. പക്ഷേ ഭയങ്കര ട്രാഫിക് റോഡിൽ. 7:45 ബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ 8 മണിക്കാണ്. വിളിച്ചപ്പോൾ ബസ് ലേറ്റാണ്, 8 മണിക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കറക്റ്റ് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ബസ് കാണാനില്ല. അപ്പോൾ വിളിച്ചിട്ട് അത് നിർത്തി മുന്നോട്ട് അങ്ങോട്ട് ഓടി.
ഒരു കുറച്ചൊക്കെ നല്ലോണം ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അല്ല തിരിച്ച് ഇവിടെ തന്നെയാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബസ് കാണുന്നില്ല, നോക്കുമ്പോൾ പിക്കപ്പ് വാനാണ്. ഇവിടെ നിന്ന് ബസ് കയറണം. ക്ഷീണിച്ച് ഇനി ഓടി ഓടി താളാണ്. സാരില്ല, ബസ്സിൽ കയറി നമുക്ക് കിടന്നുറങ്ങും. ചെന്നൈ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇഷ്ടമായോ? എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ചു ബസ്സിലേക്ക് കയറി കിടന്നു. ആവണിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഇറങ്ങും. ഒരു പാവം കുഞ്ഞാട്ടോ, ഭയങ്കര ലവിങ് കെയറിങ് ആയിട്ടുള്ളൊരു മോളാണ്. ഒരു കുട്ടി ഒരു ശല്യമില്ല, ഉറക്കം അങ്ങനെ അവൾ കിടന്നുറങ്ങി. ഞങ്ങൾ ചെന്നൈ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇനി വീട്ടിലെ വിശേഷങ്ങൾ. ടാറ്റാ ബൈ, താങ്ക് യു.